സ്ഥിരപ്പെടുകയും പരമാവധി പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യപ്പെട്ട കാര്യങ്ങൾക്ക് രണ്ട് മുഖമുണ്ട്, അല്ലെങ്കിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്നാമതായി പരമാവധി അവകൾ പ്രവർത്തിക്കപ്പെടണം, വർദ്ധിപ്പിക്കണം, ആഖിറത്തിൽ പ്രതിഫലം നേടിയെടുക്കണം എന്ന നിലയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ എപ്പോൾ തന്നെ എത്ര തന്നെ പ്രവർത്തിച്ചാലും ആഖിറത്തിൽ പ്രതിഫലം വർദ്ധിപ്പിച്ചു കിട്ടുന്ന പുണ്യകർമ്മങ്ങളാണല്ലോ. അതൊരിക്കലും നിശ്ചിത സമയങ്ങളിലേ പ്രവർത്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിശ്ചിത സമയങ്ങളിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ അതിനാണ് പ്രത്യേകമായ വേറെ തെളിവ് വേണ്ടത്. ഉദാഹരണമായി സുന്നത്ത് നമസ്കരിക്കുക, മുത്തലത്ത് സുന്നത്ത് നമസ്കാരം, ഖൈറു മൗദൂഇൻ മൻ ശാ അക്സറ വമൻ ശാ അഖല്ല. സുന്നത്ത് നമസ്കാരം എന്നത് നല്ലൊരു കാര്യമാണ്, വേണമെങ്കിൽ എത്രയും നമസ്കരിക്കാം, അത്രയും അതിന്റെ പ്രതിഫലമാണ്. ആ സുന്നത്ത് നമസ്കാരം മനുഷ്യൻ എത്രത്തോളം ചെയ്യുന്നോ, പകലോ രാത്രിയിലോ എത്രയാണോ അവന് കഴിയുന്നത് അത്രയും അതേതാണ് നല്ലൊരു കാര്യമാണ്. ആ സുന്നത്ത് നമസ്കാരം നിശ്ചിത സമയങ്ങളിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഉദാഹരണമായി സുബഹി നമസ്കരിച്ചു, സൂര്യൻ ഉദിക്കുന്നത് വരെ മുത്തലക്ക് സുന്നത്ത് നമസ്കാരം പാടില്ല. എന്തുകൊണ്ട്? അത് പ്രത്യേകമായി വേറെ സ്ഥിരപ്പെട്ടു വന്നു, അതുകൊണ്ട് പാടില്ല. സുന്നത്തായ നോമ്പ് നമുക്ക് എത്രയും എടുക്കാം. ഒരു ദിവസം നോമ്പെടുത്താൽ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു അകറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷേ ആ സുന്നത്ത് നോമ്പ് നിശ്ചിത ദിവസങ്ങളിൽ എടുക്കാൻ പാടില്ല. പെരുന്നാൾ ദിവസത്തിൽ നോമ്പെടുക്കാൻ പാടില്ല. എന്തേ കാരണം? അത് പ്രത്യേകം വേറെ സ്ഥിരപ്പെട്ടു. അതുപോലെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിശ്ചിത സമയങ്ങളിൽ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവർത്തിച്ചാൽ അനാചാരമാകും എന്ന് പറയണമെങ്കിൽ അത് വേറെ തെളിവ് കൊണ്ട് സ്ഥിരപ്പെടണം. അതില്ലാത്തിടത്തോളം കാലം എപ്പോൾ തന്നെ എത്ര തന്നെ പ്രവർത്തിച്ചാലും അത് സൽക്കർമ്മം മാത്രമാണ്, ഒരിക്കലും അനാചാരമല്ല. അതുപോലെ തന്നെ ഇതിന് രണ്ടാമതൊരു വശമുണ്ട്. അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ടവയാണ്, അഥവാ അടിസ്ഥാനപരമായി ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അതിന് നിശ്ചിത രൂപമുണ്ട്, നിശ്ചിത രൂപത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയണമെങ്കിലും വേറെ തെളിവ് കൊണ്ട് സ്ഥിരപ്പെടണം. ഉദാഹരണമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം, ആർക്കും തർക്കമില്ലാത്തൊരു അടിസ്ഥാനമാണല്ലോ ദീനിന്റെ പ്രബോധനം, ദഅവത്ത് എന്നത്. എല്ലാവരും അത് ചെയ്തു വരുന്നു. അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട ഈ കാര്യം പ്രവർത്തിക്കാൻ നാം എല്ലാവരും തർക്കമില്ലാതെ കാലോചിതമായ വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിച്ചു വരുന്നു. ഈ രൂപങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവൃത്തിയിൽ സ്ഥിരപ്പെട്ടതല്ല. പക്ഷെ അതൊക്കെ പുണ്യകർമ്മമാണ്. അതിനുവേണ്ടി നാം ചെലവ് ചെയ്യുന്ന പണം, സമയം, നമ്മുടെ ഊർജം, ഇതെല്ലാം അള്ളാഹുവിന്റെ പക്കൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മളൊക്കെ കണക്കാക്കി വരുന്നു. ആ രൂപങ്ങളൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവൃത്തിയിൽ സ്ഥിരപ്പെട്ടതല്ലെങ്കിലും എന്തേ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന ആയത്തിന് എന്തുകൊണ്ട് എതിരല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദീൻ ഇവിടെ സമ്പൂർണ്ണമാക്കപ്പെട്ടല്ലോ. അന്നില്ലാത്ത വ്യത്യസ്ത രൂപം സ്വീകരിക്കുന്നത് ദീനാണ്, അനാചാരമല്ല. ഒരിക്കലും ഈ ആയത്തിനെതിരാകുന്നില്ല. എന്തേ എതിരാവാത്തത്? അതെ, ദീൻ ഇവിടെ പരിപൂർണമാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദീനിന്റെ അടിസ്ഥാനങ്ങൾ മുഴുവനും ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായത് വിശദീകരിച്ചു. അബൂ സഊദ് പോലെയുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഔ ബിത്തൻസീസി അലാ ഖവായിദിൽ അഖായിദി വത്തൗഖീഫി അലാ ഉസൂലി ശറാഇഇ വഖവാനീനിൽ ഇജ്തിഹാദ്, ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ വിശ്വാസങ്ങളും ദീനുൽ ഇസ്ലാമിലെ കർമ്മങ്ങളും അതിനൊക്കെ ഒരു അടിത്തറയുണ്ട്, ഒരു ഉസൂലുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങളും അടിത്തറകളും പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ദീനിൽ പൂർത്തീകരിക്കപ്പെട്ട ഈ ദീനിൽ ഇല്ലാത്ത ഒരു അടിസ്ഥാനം ആരെങ്കിലും കെട്ടിപ്പടുത്തുണ്ടാക്കുകയും അതിന്മേൽ ഒരു വിശ്വാസത്തെ സ്ഥാപിക്കുകയും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. അലാ ഖവായിദിൽ അഖായിദി, വിശ്വാസപരമായ അടിത്തറകളൊക്കെ പൂർത്തീകരിച്ചു തന്നു. ഇനി എന്തൊരു വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകുന്നതും ഈ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കണം. വഉസൂലി ശറാഇഇ, പരിശുദ്ധമായ ശരീഅത്തിന് ചില ഉസൂലുകളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങളൊക്കെ ഇവിടെ പൂർത്തീകരിച്ചു തന്നു എന്നാണ് പറഞ്ഞത്.
അങ്ങനെ പരിശുദ്ധ ദീനിൽ സ്ഥിരപ്പെട്ട ഖവായിദുകളും അടിത്തറകളും അടിസ്ഥാന നിയമങ്ങളും പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിൽ നിന്നും കണ്ടെടുത്തു മനസ്സിലാക്കാൻ കഴിവുള്ള പണ്ഡിതന്മാർ, മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുകൾ, അവർ ഇജ്തിഹാദ് നടത്തി ഹുക്മുകളെ, നിയമങ്ങളെ പുറത്തു കൊണ്ടുവരണം. അതിന് ചില നിയമങ്ങളുണ്ട്. ആ ഇജ്തിഹാദ് നടത്തുവാനും ചില നിയമങ്ങളൊക്കെയുണ്ട്. ആർക്കെങ്കിലും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു പണിയല്ലേ അത്. അതേവ ഖവാനീനിൽ ഇജ്തിഹാദ്, ഇജ്തിഹാദിന്റെ കാനൂനുകൾ, നിയമങ്ങളും പൂർത്തീകരിച്ചു തന്നു എന്നാണ് അല്ലാഹു ആയത്തിൽ പറഞ്ഞത്. അതെ, ദീനിന്റെ അടിത്തറ, ഉസൂലുകൾ പൂർത്തീകരിച്ചു തന്നു. ഇനിയൊരു ഉസൂലുകൾ ആർക്കും ഉണ്ടാക്കാൻ അവകാശമില്ല. പുതുതായ ഒരു അടിസ്ഥാനം ആരെങ്കിലും ഉണ്ടാക്കി അതിന്മേലൊരു വിശ്വാസമെടുത്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ പൂർത്തീകരിക്കപ്പെട്ട അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളാത്ത മറ്റൊരടിസ്ഥാനം ആരുടെയും വകയായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതാണ് പറഞ്ഞത്. ഇവിടെ ദീനോട് പൂർത്തീകരിച്ചു തന്നു. ദീനിന്റെ ഉസൂലുകളൊക്കെ നമുക്ക് പൂർണ്ണമായി അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണമായും അംഗീകരിച്ചു കൊള്ളണം. ദീനിലൊരു കാര്യം അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പൂർണ്ണമായും അത് അംഗീകരിച്ചു കൊള്ളണം. നമ്മുടെ നിലപാടിന് വിരുദ്ധമായി പോകുമോ എന്ന കാരണത്താൽ ദീനിൽ സ്ഥിരപ്പെട്ട ഒരു അടിസ്ഥാനത്തെ തള്ളിക്കളഞ്ഞാൽ അത് വിശ്വാസത്തിലുള്ള കുറവാണ്. പൂർണ്ണമായും അംഗീകരിച്ചു കൊള്ളണം. എന്നാൽ പൂർണ്ണമാക്കപ്പെട്ടതിന്റെ പുറമെ മറ്റൊന്ന് പുതുതായി കൊണ്ടുവരാനും പാടില്ല. രണ്ടുമുണ്ട് അവിടെ. പുതുതായി ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് മാത്രമല്ല, ഉള്ളത് മുഴുവനും അംഗീകരിക്കുകയും വേണം. ഇത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ദുഖൂലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. മുഅ്മിനീങ്ങളെ, ദീന് പൂർണ്ണമായും അംഗീകരിക്കണം കേട്ടോ. ദീനിൽ അല്ലാഹുവിടെ പൂർത്തീകരിച്ചു തന്ന ദീനുണ്ടല്ലോ, അത് പൂർണ്ണമായി നിങ്ങൾ അംഗീകരിക്കണം, വിശ്വസിക്കണം. അപ്പോഴാണ് നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത്. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. ശൈത്താനിന്റെ വസ്വാസിന്റെ പിന്നാലെ പോയി പുതുതായൊന്നും കൊണ്ടുവരികയും ചെയ്യരുത്. ഉള്ളത് പൂർണ്ണമായും അംഗീകരിക്കണം, ഇല്ലാത്തത് കൊണ്ടുവരികയും ചെയ്യരുത്. അതാണ് പറഞ്ഞത്. ആധികാരികമായ തഫ്സീറുകൾ പരിശോധിച്ചാൽ ഇത് പറഞ്ഞത് കാണാം. അപ്പൊ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിസ്ഥാനപരമായ ഒരു കാര്യം സ്ഥിരപ്പെട്ടത് അംഗീകരിക്കലാണ് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം. അവിടെ തർക്കിക്കലല്ല, അവിടെ തർക്കിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയലും അവിടുത്തെ മഹത്വങ്ങളെ പറയലുമാണ് മൗലിദിലെ ഒന്നാമത്തെ ഘടകം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകം. മഹാന്മാരുടെ മഹത്വങ്ങൾ, മദ്ഹുകൾ പറയുക. എന്താണ് ഈ മദ്ഹ് എന്ന് പറഞ്ഞാൽ, മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹിച്ചു നൽകുന്ന, അവന്റെ അനുഗ്രഹമായി നൽകുന്ന ഗുണങ്ങൾ, നിഅമത്തുകൾ, വിശേഷണങ്ങൾ, അവർക്ക് നൽകപ്പെട്ട നിഅമത്തുകൾ, ആത്മീയമായി നൽകപ്പെട്ടിരിക്കുന്ന സൽഗുണങ്ങൾ, അത് പറയുക. അതാണ് മദ്ഹ് പറയാൻ പറഞ്ഞാൽ. അയാൾക്ക് വലിയൊരു വണ്ടിയുണ്ട്, വലിയ വീടുണ്ട് എന്ന് പറയുന്നത് മദ്ഹല്ല ദീനിൽ. ആത്മീയമായി അല്ലാഹു മഹാന്മാർക്ക് നൽകിയിട്ടുള്ള മഹത്വങ്ങളെ, മദ്ഹുകളെ, അതാണ് നിഅമത്ത്. അതിനെക്കുറിച്ച് പറയലാണ് മദ്ഹ് പറയുക എന്ന് പറഞ്ഞാൽ. ഇത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു, കൽപ്പിക്കുന്നു. സൂറത്തുൽ ദുഹായിൽ നമുക്കറിയാം, വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും പിന്നീട് ഉമ്മത്തിനോട് ആകമാനം അല്ലാഹു കൽപ്പിക്കുന്നു, നബിയെ അങ്ങേക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് പറയണം, അതെടുത്തു പറഞ്ഞുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട നിഅമത്തുകളിൽ ഏറ്റവും വലുതേതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് ഏതാണ്? നബുവത്ത് അല്ലേ? നബി തങ്ങൾക്ക് നൽകപ്പെട്ട നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നബുവത്താണ്. ആ നബുവത്ത് നബി തങ്ങൾക്ക് നൽകപ്പെടാൻ ചില യോഗ്യതകളൊക്കെ വേണം. ആർക്കെങ്കിലൊക്കെ നൽകാൻ പറ്റിയതല്ല നബുവത്ത്, അല്ലേ? അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലതഹു. നബുവത്ത്, റിസാലത്തൊക്കെ നൽകാൻ പ്രത്യേക സ്ഥാനങ്ങളുണ്ട്, അവിടെ അത് നൽകുള്ളൂ. അതിന് ചില യോഗ്യതകളൊക്കെ വേണം. അതൊക്കെ നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്, അങ്ങനെ സമ്പൂർണനാക്കി മാറ്റിയിട്ടുണ്ട്. ആ നിഅമത്തുകളെ കുറിച്ച് പറയണം. നബുവത്തുമായി ബന്ധപ്പെട്ട മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് തഫ്സീറുകൾ പരിശോധിച്ചാൽ കൃത്യമായി പറഞ്ഞത് കാണാം. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്.
ഐബിന്നുവത്തി നബൂവത്ത് നൽകിയും കൊണ്ട് പ്രവാചകത്വം നൽകിയും കൊണ്ട് ചെയ്തു തന്ന നിഅമത്തിനെ കുറിച്ച് പറയാനാണ് അല്ലാഹു കൽപ്പിച്ചത്. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അവിടുത്തെ ഉമ്മത്തിനോടുമുള്ള കൽപ്പനയാണിത്. ഇത് വളരെ കൃത്യമാണ്. എന്തിനാണ് അല്ലാഹു ഈ കൽപ്പന നടത്തിയത്? എന്താ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? വളരെ പ്രധാനപ്പെട്ട പല ലക്ഷ്യങ്ങളുമുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഒരു വ്യക്തിയോട് നമുക്ക് ബഹുമാനമുണ്ടാവണമെങ്കിൽ, അയാൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥാനവും ആദരവും ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മഹത്വം മനസ്സിലാക്കിയ വ്യക്തിയോടല്ലേ മനസ്സിൽ ബഹുമാനമുണ്ടാവൂ. മാനസികമായ ബന്ധം സ്ഥാപിക്കപ്പെടണമെങ്കിൽ, ആ വ്യക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിൽ ബഹുമാനമുണ്ടാവണമെങ്കിൽ അവരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയണം, അത് പറഞ്ഞ് പഠിപ്പിക്കണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ബഹുമാനം ജനങ്ങളുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കപ്പെടണം. കാരണം ആ ബഹുമാനം, ആ സ്നേഹം അതിൽ നിന്ന് മുളച്ചു പൊന്തുന്നതായിരിക്കണം മനുഷ്യന്റെ വിശ്വാസം. ഈമാൻ എന്ന് പറയുന്നത് ആ ബഹുമാനത്തിൽ നിന്ന്, ആദരവിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് മുളച്ചു പൊന്തണം. മനസ്സിൽ സ്നേഹമില്ലാതെ പിന്നെ വിശ്വാസം പറയുന്നത് കാപട്യമായിരിക്കും. മനസ്സിലില്ലാതെ വെറുതെ സ്നേഹം പറയുന്നത് നാവിൻ തുമ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അത് പറ്റില്ല. വിശ്വാസം മനസ്സിൽ ഊട്ടി ഉറപ്പിക്കപ്പെടണം. അതുണ്ടാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുവാനേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. മദ്ഹ് പറയാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇത് ആധികാരികമായി സ്വബോധത്തോടുകൂടെ പറയുന്നതാണെന്നൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട് ഇപ്പോ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തൗറാത്തിലും ഇൻജീലിലും വളരെ വിശദമായി അല്ലാഹു തആല പ്രതിപാദിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ പല വിശേഷണങ്ങളും തൗറാത്തിലും ഇൻജീലിലും അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ജൂത ക്രിസ്തീയ നേതൃത്വം അത് മൂടിവെച്ചു അവരുടെ സമൂഹത്തിന് അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തില്ല. എന്താ കാരണം? നബി തങ്ങളെ കുറിച്ച് തൗറാത്തിലും ഇൻജീലിലും വന്നിട്ടുള്ള വിശേഷണങ്ങൾ അവരുടെ അനുയായികൾ മനസ്സിലാക്കിയാൽ സ്വാഭാവികമായും മാനസിക ബന്ധമുണ്ടാകും. നബി തങ്ങളെ സ്നേഹിച്ചു പോകും. അങ്ങനെ നബി തങ്ങളിൽ വിശ്വസിക്കുവാനും പിൻപറ്റുവാനും കാരണമായി തീരും. അങ്ങനെ തങ്ങളുടെ അനുയായികളെങ്ങാനും വിശ്വസിച്ചാൽ പിന്നെ തങ്ങളുടെ നേതൃസ്ഥാനം നഷ്ടപ്പെടും. ഭൗതികമായി തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ജൂത ക്രിസ്തീയ നേതൃത്വം മനസ്സിലാക്കിയപ്പോൾ അവരത് മൂടിവെച്ചു. എങ്കിൽ മൗലിദ് വിരുദ്ധ സംഘടനകൾ ഉണ്ടാക്കി അതിലൂടെ തങ്ങൾ നേടിയെടുത്ത സ്ഥാനവും പേരും, അതുപോലെ തൗഹീദ് സുന്നത്തിന്റെ പ്രചാരകൻ എന്ന വ്യാജേന വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്നായി തങ്ങൾക്ക് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഭീമമായ തുകകൾക്ക് ചോർച്ച സംഭവിക്കുമോ എന്ന ഭയം ഈ വാക്കുകൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നു. ജൂത ക്രിസ്തീയ നേതൃത്വം കാണിച്ച കൊടും വഞ്ചനയോട് ആവർത്തിക്കപ്പെടുകയാണോ എന്ന് നമ്മൾ സംശയിക്കണം. വഴിവിട്ട ആരോപണങ്ങളിലേക്ക് നീങ്ങുകയല്ല നമ്മൾ. സാധാരണക്കാരായ ആളുകൾ വഞ്ചനയുടെ വലയിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും ബഹുമാനവും ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ എല്ലാ പ്രബോധകന്റെയും നിർബന്ധ ബാധ്യതയാണ്. അത് പാടില്ലെന്നോ അത് ഖുർആൻ പറഞ്ഞിട്ടില്ലെന്നോ എന്നൊക്കെ പറയുന്നത് മഹാപാതകമാണ്. വളരെ ഗുരുതരമായ കുറ്റകരമായ വീഴ്ചയാണ് അത്തരക്കാർ വരുത്തുന്നത്. ഇതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. നബി തങ്ങൾ അവർക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളെ കുറിച്ച് ധാരാളമായി സഹാബത്തിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഇതൊക്കെ നിറഞ്ഞു കിടക്കുന്നത് കാണാം. എത്ര മൂടിവെച്ചാലും കഴിയില്ല, സാധ്യമല്ല. മഹാന്മാരായ സഹാബത്തും അക്കാര്യം കൃത്യമായി നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നടക്കാറുള്ളത്, ഇരിക്കാറുള്ളത്, ചിരിക്കാറുള്ളത്, തിരിഞ്ഞു നോക്കാറുള്ളത്, ഇശാറത്ത് ചെയ്യാറുള്ളത്, എല്ലാം കൃത്യമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുന്നു. ഇൽത്തഫത്തമാൻ തിരിഞ്ഞു നോക്കിയാൽ വ്യക്തമായി നോക്കുന്നത് തലവെടുക്കുക മാത്രമല്ല, അവിടുന്ന് ഇഷാറത്താക്കിയ മുൻകൈ മുഴുവനും കൊണ്ട് ഇഷാറത്താക്കും. ഇങ്ങനെയല്ല, മുൻകൈ മുഴുവനും കൊണ്ട് ഇഷാറത്താക്കും. ഇങ്ങനെ തുടങ്ങി എല്ലാം കൃത്യമായി സഹാബത്ത് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചു. അവിടുത്തെ ശരീരപ്രകൃതി എല്ലാം വ്യക്തമായി രേഖപ്പെടുത്തി. അസദ്ദൽ ഹാജിബൈനി, പുരികം നീണ്ട നേരിയ പുരികമായിരുന്നു. ഷഹുലൽ ഹദ്ദൈനി, മൃദുലമായ കവളായിരുന്നു. മുബല്ലദൽ അസ്നാനി, മുൻപല്ലിന് ചില
വിടവുണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ അബിയൽ മുസ്റബുൻ വെളുത്ത ചുവപ്പ് കലർന്ന